സ്റ്റുഡൻസ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന കോൺസെപ്റ്റാണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്: പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിൽ മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൺസർവേറ്റീവ് ഫോഴ്സുമായി അസോസിയേറ്റ് ചെയ്ത് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് പറഞ്ഞു വി ക്യാൻ write conservative force as the negative gradient of potential energy, that is F is equal to minus du by dr എന്ന് എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ സ്റ്റോർഡ് എനർജി. അതായത് ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ്. എങ്ങനെ? ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ ഡ്യൂ ടു കോൺഫിഗറേഷൻ ഓർ സ്ട്രെയിൻ. അതായത് പൊസിഷൻ കാരണമോ അല്ലെങ്കിൽ കോൺഫിഗറേഷനെങ്കിൽ സ്ട്രെയിൻ കാരണമോ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായില്ലേ? അതിന് എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വെയിറ്റ് കുറച്ച് ഹൈറ്റിലേക്ക് റേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ റേസ്ഡ് വെയിറ്റിൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചാൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത്. അതുപോലെ ഡാമിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന വാട്ടറിൻ്റെ എനർജി എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുപോലെ ഒരു മലമുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചാൽ അതും പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്കുണ്ട്. ഓക്കെ, ആ ബുക്കിൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചാൽ അതും പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ ഇവിടെയൊക്കെ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ത് കാരണമാണ്? ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, അതിൻ്റെ പൊസിഷൻ കാരണമാണ്. മനസ്സിലായില്ലേ? അതുപോലെ വേറൊരു കേസ് പറയാം. ഏതാണ്? ഇൻ ദ കേസ് ഓഫ് സ്ട്രെച്ചഡ് സ്പ്രിങ്. നിങ്ങളൊരു സ്പ്രിങ്ങിനെ വലിക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയും എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന ടോയ് കാറുണ്ട്, അവിടെ നമ്മൾ അതിനെ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സ്പ്രിങ് ഉണ്ട്. ആ വൗണ്ടഡ് സ്പ്രിങ്ങിൻ്റെ എനർജി എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? അത് കാർ എന്ത് ചെയ്യും? ആ ടോയ് കാർ മൂവ് ചെയ്യും. അതിന് കാരണം പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറുന്നതാണ്? കൈനറ്റിക് എനർജിയായി മാറുന്നതാണ്. ഓക്കെ, അതുപോലെ ബോ ആൻഡ് ആരോ, അവിടെയുള്ള എനർജി എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഈ കേസിലൊക്കെ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ത് കാരണമാണ്? ഡ്യൂ ടു ഇറ്റ്സ് കോൺഫിഗറേഷൻ ഓർ സ്ട്രെയിൻ. അവിടെ സ്ട്രെയിൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാരണമാണ് അവിടെ എനർജി എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്? സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി പൊട്ടൻഷ്യൽ എനർജി തന്നെ പല ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചും അതുപോലെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചുമാണ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എനർജി ഓഫ് എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ കാരണമുണ്ടാവുന്ന എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഡാമിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ എനർജി എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടത്. ആ ഒരു പൊസിഷൻ കാരണം അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. മനസ്സിലായോ? ഒരു ടേബിളിൻ്റെ മുകളിലുള്ള ബുക്ക്, ആ ബുക്കിനുള്ള എനർജി എന്ത് എനർജിയാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം അത് എവിടെയാണുള്ളത്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണുള്ളത്. കൂടാതെ അതെന്താണ്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണുള്ളത്. ആ ഒരു പൊസിഷൻ കാരണം സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് അതിനുള്ള എന്ത് എനർജിയാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്കറിയേണ്ടത് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എർത്തിനെ ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ എർത്തിൻ്റെ റേഡിയസ് 6 ആണ്. അതിൻ്റെ സർഫസിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മാസ് m ആണ്. ഓക്കെ, ഞാൻ ഈ ബോഡിയെ എന്ത് ചെയ്യുന്നു? ഒരു h ഹൈറ്റിലേക്ക് ഉയർത്തുന്നു. ഓക്കെ, അങ്ങനെ h ഹൈറ്റിൽ ഉയർത്തി കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒരു വസ്തുവിൻ്റെ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ അത് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചെയ്ത വർക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഈ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ആ വസ്തുവിനെ ഉയർത്താൻ ആവശ്യമായിട്ട് ചെയ്ത വർക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം W is equal to F into S into cos theta. ഇവിടെ ഫോഴ്സ് എന്താണെന്ന് അറിയണം അല്ലേ? അതിൻ്റെ വെയിറ്റ് mg താഴോട്ടേക്കാണ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് എർത്ത് ടുവേർഡ്സ് ഇറ്റ് സെൻറ്റർ. അല്ലേ? ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് mg താഴോട്ടേക്കാണ്. ഇനി അതിനെ നമുക്ക് മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ മിനിമം നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? ആ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ ഹിയർ ദ ഫോഴ്സ് ഈസ് F, ദാറ്റ് ഈസ് ഈക്വൽ ടു mg. മനസ്സിലായില്ലേ? ഇനി നമുക്ക് W ഈസ് ഈക്വൽ ടു Fs cos theta എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കണം? കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ mg എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇത് എപ്പോഴാണ് കോൺസ്റ്റന്റ് ആവുക? m എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണ്, പക്ഷേ g കോൺസ്റ്റന്റ് ആണ്. g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്.
അത് കോൺസ്റ്റൻ്റ് ആണോ? അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ബട്ട് യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ കോൺസ്റ്റൻറ്റ് വെൻ ദ ഹൈറ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത്. ഓക്കെ, അതായത് ഈ ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണെങ്കിൽ ആ ഒരു കേസിൽ ജി എന്താണ്? ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മളിനി ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ഏത് കേസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഹൈറ്റ് എന്തായിരിക്കണം? റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതായിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇവിടെയുള്ള വസ്തു എങ്ങോട്ടേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്? മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എച്ച് ആണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ആംഗിൾ തീറ്റ എത്രയാണ്? 0 ആണ്. ദെർഫോർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ സ്ഥാനത്ത് എം ജി കൊടുക്കാം, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് എച്ച് കൊടുക്കാം. ഓക്കെ, കോസ് തീറ്റ എത്രയാണ്? 0 ആണ്. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഇതാണ് ഇവിടെ ചെയ്യപ്പെട്ട വർക്ക് അല്ലേ? ഈ വർക്ക് ഇവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു? പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നു. സോ ദ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ് കിട്ടിയത്. പക്ഷേ ഇതെല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ദ ഹൈറ്റ് എച്ച് ഈസ് വെരി വെരി സ്മോളർ ദാൻ ദ റേഡിയസ് ഓഫ് ദ എർത്ത്. മനസ്സിലായില്ലേ? ഇനി ഹൈറ്റ് റേഡിയസുമായിട്ട് കമ്പയറബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എം ജി എച്ച് അല്ല. മനസ്സിലായി? അതിന് വേറെ തന്നെ ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. യു പ്രൊപ്പോർഷണൽ ടു എച്ച് ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഹൈറ്റും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഗ്രാഫാണ് കിട്ടുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. ഇഫ് ദ ബോഡി ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, അതായത് വസ്തുവിനെ വെച്ചിരിക്കുന്നത് എർത്തിൻ്റെ സർഫസിലാണ് എങ്കിൽ, ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എച്ച്? അവിടെ എച്ച് 0 ആയിരിക്കും അല്ലേ? കാരണം എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഫ്രം ദ സർഫസ് ടു ദ പോയിന്റ് ആണ്. ഇത് സർഫസിൽ തന്നെയാണ് വെച്ചതെങ്കിൽ ഹൈറ്റ് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? 0 ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ആസ് ദ 0 ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്ന ലെവൽ ഏതാണ്? ഓക്കെ, ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? സർഫസ് ആണ്. ഇവിടെയുള്ള കേസിൽ ചോദിക്കാം, ഏതാണ് 0 ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ സർഫസ് ആണ്. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം തരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റെഫറൻസ് ലൈന് വരക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഒരു റെഫറൻസ് ലൈൻ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? ആ റെഫറൻസ് ലെവല് എവിടെയാണെങ്കിൽ സർഫസിൽ വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ വേറെ ഏത് പോയിന്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലായില്ലേ? ആ റെഫറൻസ് ലൈനിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് 0 ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെയുള്ള കേസിൽ നമ്മൾ എവിടെ എടുത്തുന്നേ ഉള്ളൂ? സർഫസിൽ എടുത്തുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കൂ എർത്തിൻ്റെ സർഫസിലാണ് ബോഡി ഉള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് 0 ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സർഫസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യു എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഞാൻ ഈ ബോഡിയെ എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്. മനസ്സിലായില്ലേ? ഞാൻ ഇനി ഈ ബോഡിയെ വീണ്ടും എച്ച് ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? എം ഇൻറ്റു ജി ഇൻറ്റു റെഫറൻസ് ലൈനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? 2h ആണ്. അതുകൊണ്ട് ആൻസർ എന്താ കിട്ടുക? 2mgh എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇനി നേരെ മറിച്ച് ഞാൻ ഈ ഒരു പോയിന്റാണ് റെഫറൻസ് ലൈനായിട്ട് എടുക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇതാണ് 0 ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എടുക്കുന്നതെങ്കിൽ ബോഡി ഈ പോയിന്റിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി നേരെ മറിച്ച് ബോഡി സർഫസിൽ ഇവിടെയാണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? അപ്പം നമ്മൾ പറയുന്നത് ആ റെഫറൻസ് ലൈനിൽ നിന്ന് എച്ച് ഹൈറ്റ് താഴെയാണുള്ളത്. അതുകൊണ്ട് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി -mgh ആണ്. മനസ്സിലായോ? നേരെ മറിച്ച് ഈ വസ്തുവിനെ ഞാൻ എച്ച് ഹൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. റെഫറൻസ് ലൈനിൽ നിന്ന് മുകളിലേക്ക് എച്ച് ഹൈറ്റ് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യു ഈസ് ഈക്വൽ ടു +mgh ആണ്. മനസ്സിലായി? അപ്പോൾ റെഫറൻസ് ലൈൻ എടുക്കുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഏത് പോയിന്റിൽ വേണമെങ്കിലും 0 ആവാം. എന്തുകൊണ്ട്? എവിടെയാണോ നിങ്ങൾ റെഫറൻസ് ലൈൻ എടുക്കുന്നത് ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ റെഫറൻസ് ലൈൻ എടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എന്താണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയാണ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ്
സ്ട്രെയിൻ ഓർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണം സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എന്ത് എനർജിയാണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണ് ഇലാസ്റ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ ഒരെൻഡ് ഒരു പോയിന്റിൽ ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഒരു മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മാസുമായിട്ട് കണക്ട് ചെയ്ത് ഇതെന്താണ്? ഇത് അൺസ്ട്രെച്ചഡ് പൊസിഷനിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഈ പൊസിഷനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ അൺസ്ട്രെച്ചഡ് പൊസിഷനാണത്. ആ പോയിന്റിൽ നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ഇതാണ് ഈ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അൺസ്ട്രെച്ചഡ് സ്പ്രിങ് ആയതുകൊണ്ട് ഇതിൻ്റെ നാച്ചുറൽ ലെങ്ത് ആണ് ഇത്. ഓക്കെ, ഇനി ഞാൻ ഈ മാസിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആ ഫോഴ്സ് കാരണം ഇതെന്ത് ചെയ്തു? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, എത്രയാണ് എക്സ്റ്റൻഷൻ? എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. ആ എക്സ്റ്റൻഷൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലുണ്ടാവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ സ്പ്രിംഗ് വിച്ച് ഒപ്പോസസ് ദ എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതായത് ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന എക്സ്റ്റൻഷനെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ് എന്ത്? ഇലാസ്റ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ് ആണ് ഈ സ്പ്രിങ്ങിനുണ്ടായ എക്സ്റ്റൻഷൻ എങ്കിൽ നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ, അതായത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള വസ്തുക്കൾ ഒബേ ചെയ്യുന്ന ഒരു ബേസിക് ലോ ആണ് ഹൂക്സ് ലോ. ആ ഹൂക്സ് ലോ പ്രകാരം നമുക്ക് എഴുതാം റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? എക്സ്റ്റൻഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റൻഷൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് എക്സ്റ്റൻഷൻ എന്ന് എഴുതാം. അവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എല്ലായ്പ്പോഴും എക്സ്റ്റൻഷൻ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, therefore Fs is proportional to minus x or Fs is equal to minus kx. This is the equation to find spring force, where k is called spring constant or force constant or stiffness of the spring. ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? k is equal to f divided by x. ഫോഴ്സിനെ എക്സ്റ്റൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി നീഡ് മോർ ഫോഴ്സ് ഫോർ പ്രൊഡ്യൂസിങ് യൂണിറ്റ് എക്സ്റ്റൻഷൻ. ഇതിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഒരു സ്പ്രിങ് അതിൻ്റെ ഒരു എൻഡ് ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത എൻഡ് ഒരു മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് പറയാം ഈ പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ മീൻ പൊസിഷൻ. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 0. അവിടെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ഇനി ഞാൻ ഈ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എക്സ്റ്റൻഷനാണ് എക്സ് എന്ന് പറയുന്നത്. അത് കാരണം അവിടെ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടാവും. സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്? അപ്ലൈഡ് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, ഓക്കെ, ഒരു എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ മിനിമം എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഇതാണ്. മിനിമം ഫോഴ്സ് റിക്വയർഡ് ഫോർ സ്ട്രെച്ചിങ് ദ സ്പ്രിങ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. Okay, therefore we can write F external is equal to minus of Fs, that is minus of minus Kx. Okay, therefore external force required is plus Kx. ഇതാണ് ഒരു സ്പ്രിങ്ങിന് എക്സ് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ. ഓക്കെ, ഇതിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. എക്സ്റ്റൻഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമായി വരുന്നതും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? വർക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഇവിടെയുള്ള കേസിൽ ഫോഴ്സ് വേരിയബിൾ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ദ ഐഡിയ ഓഫ് ഫൈൻഡിങ് ദ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. അതിന് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ചെറിയ ഒരു എക്സ്റ്റൻഷൻ ആവശ്യമായിട്ടുള്ള വർക്ക് കണ്ടുപിടിക്കുക അല്ലേ?
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം dw is equal to F dot ds ആണ്. ഇവിടെയുള്ള കേസിൽ എഫ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ്. സോ എഫ് എക്സ്റ്റേണൽ ഡോട്ട് ഡി എസിന് പകരം ഇവിടെ നമ്മൾ ഡി എക്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഡോട്ട് എന്ന് പറയുമ്പോൾ അത് കോസ് തീറ്റയാണ് അല്ലേ. ഇവിടെയുള്ള കേസിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ 0 ആണ്. അതുകൊണ്ട് കോസ് 0 എന്തായിരിക്കും 1 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് വാട്ട് എഫ് എക്സ്റ്റേണൽ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതിയാൽ മതി. അവിടെ എഫ് എക്സ്റ്റേണലിൻ്റെ സ്ഥാനത്ത് നമുക്ക് കെ എക്സ് എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഈസ് കെ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പ്രൊഡ്യൂസിങ് എ സ്മോൾ എക്സ്റ്റൻഷൻ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ടു സ്ട്രെച്ച് ദ സ്പ്രിംഗ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് എക്സ് എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായുള്ള ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, എന്ത് ചെയ്താൽ മതി, ഈ ചെറിയ വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു. ഓക്കെ, അവിടെ ഇൻ്റഗ്രേഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എക്സ് ഈക്വൽ ടു 0യിൽ നിന്നാണ് അപ് ടു വാട്ട് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ലോവർ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0, അപ്പർ ലിമിറ്റ് എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ആസ് ഇൻ്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലേ. ഈ ഇൻ്റഗ്രേഷൻ നടത്തുന്ന സമയത്ത് അവിടെയുള്ള കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഇവിടെ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എക്സ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എത്രയാണെന്ന് അറിയണം. അതിനുവേണ്ടി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി എക്സ് റേസ് ടു 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1. ഇവിടെ എൻ എത്രയാണ്? 1 ആയതുകൊണ്ട് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5 ഡി എക്സ് എന്നാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആസ് വാട്ട് എക്സ് റേസ് ടു 5 പ്ലസ് 1 ദാറ്റ് ഈസ് എക്സ് റേസ് ടു 6 ഡിവൈഡ് ബൈ 6. മനസ്സിലായില്ലേ? അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ കിട്ടുക? ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കാം. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അതിനുള്ളിൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതുക. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുക. ദാറ്റ് ഈസ് എ ലിമിറ്റ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സിൻ്റെ വാല്യൂ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക എക്സ്, പിന്നെ എന്താണ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കെ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇവിടെ നമുക്ക് ചെയ്യേണ്ടതായി വരുന്ന വർക്ക് എത്രയാണ്? എക്സ് എക്സ്റ്റൻഷനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ ആവശ്യമായി വരുന്ന വർക്ക് എത്രയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഈ വർക്ക് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു? പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ദെർഫോർ potential energy is equal to half kx square. So this is the equation for finding the elastic potential energy stored in the spring. Okay. ഈ ഒരു ഡെറിവേഷൻ നമുക്ക് എളുപ്പത്തിൽ മറ്റൊരു രീതിയിൽ കൂടി ചെയ്യാം. ഓക്കെ, ഇവിടെയുള്ള ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ വർക്കിനെ എഫ് എസ് കോസ് തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ഫോഴ്സിന് സ്ഥാനത്ത് ഏവറേജ് ഫോഴ്സ് എടുത്താൽ മതി. കാരണം ഇവിടെയുള്ള ഫോഴ്സ് എന്തായതുകൊണ്ട്? വേരിയബിൾ ആയതുകൊണ്ട്. ഓക്കെ, ഇവിടെയുള്ള കേസ് തീറ്റ 0 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് എസ് വാട്ട് എഫ് ഏവറേജ് ഇൻറ്റു എസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെയുള്ള കേസിൽ നമുക്കറിയാം എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് കെ എക്സ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ലീനിയർ ആയിട്ട് എക്സ്റ്റൻഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഇനി എക്സ്റ്റൻഷൻ എക്സ് 0 ആണെങ്കിൽ എഫ് എക്സ്റ്റേണൽ എത്രയാണ്? 0 ആണ്. എക്സ്റ്റൻഷൻ എക്സ് ഈക്വൽ ടു എക്സ് ആവുന്ന സമയത്ത് എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു കെ എക്സ് ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 0 ടു എക്സ് എക്സ്റ്റൻഷൻ വരുമ്പോൾ ഫോഴ്സ് 0യിൽ നിന്ന് കെ എക്സ് വരെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. Therefore, we can write W is equal to 0 plus kx divided by 2 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഏവറേജ് ഫോഴ്സ്. ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ലീനിയർ ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് എക്സ്റ്റൻഷൻ അനുസരിച്ച് മാറുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. Therefore, W is equal to half kx square. And this is stored as the potential energy. Therefore, potential energy is equal to what? U is equal to half kx square. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പോയിന്റ് കൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: വാട്ട് ഈസ് എ വർക്ക് ഡൺ ടു സ്ട്രെച്ച് ദ സ്പ്രിംഗ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് എന്ന് ചോദിക്കും. വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയുള്ള കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടും വർക്ക് ഉണ്ടാവുന്നുണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് കാരണവും വർക്ക് ഉണ്ടാവുന്നുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് കാരണമുള്ള വർക്കാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് പറയാം ഡബ്ല്യു എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അതുപോലെ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ that is equal to minus half kx square ആണ്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഇവിടെയുള്ള ഫോഴ്സ്.
മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെയാണ്, വാട്ട് ഈസ് എ വർക്ക് ഡൺ ടു സ്ട്രെച്ച് ദ സ്പ്രിംഗ് ഫ്രം ഈസ് ഈക്വൽ ടു x1 ടു x ഈസ് ഈക്വൽ ടു x2. ഓക്കെ, അതായത് x1ൽ നിന്ന് x2യിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യിക്കേണ്ടതെങ്കിൽ, സ്ട്രെച്ച് ചെയ്യിക്കേണ്ടതെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ യു. ദാറ്റ് മീൻസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം ഹാഫ് കെ എക്സ് ടു സ്ക്വയർ എന്ന് വരും. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് വൺ സ്ക്വയർ എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് ടു സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് വൺ സ്ക്വയർ ഓർ ഹാഫ് കെ ഇൻറ്റു എക്സ് ടു സ്ക്വയർ മൈനസ് എക്സ് വൺ സ്ക്വയർ. മനസ്സിലായില്ലേ? ഇനി വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ആണ് ചോദിച്ചതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം സ്പ്രിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ ഇൻറ്റു എക്സ് ടു സ്ക്വയർ മൈനസ് എക്സ് വൺ സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ കേസിൽ ഓരോ പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനാണ്. ഓക്കെ, അതുപോലെ ഇതും എന്താണ് എക്സ്ട്രീം പൊസിഷനാണ്. ആദ്യം നമുക്ക് എക്സ്ട്രീം പൊസിഷനിലുള്ള എനർജിയെക്കുറിച്ച് സംസാരിക്കാം. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി എത്രയാണ്? ആ പോയിന്റിൽ അതിനെ നമ്മൾ പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ കൈനറ്റിക് എനർജി ഈസ് മിനിമം ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് വാട്ട്? 0. ഓക്കെ, അതേസമയം പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് പറയാം. അവിടെ എക്സ് എം എന്ന് പറയുന്നത് മാക്സിമം എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മാക്സിമം ആണ്. മനസ്സിലായില്ലേ? ഇനി അവിടെയുള്ള കേസിൽ ടോട്ടൽ എനർജി എത്രയാണ്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി മീൻ പൊസിഷനിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്രയാണ് കൈനറ്റിക് എനർജി, എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നോക്കാം. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലേ? അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ദ മിനിമം വാല്യൂ. ഓക്കെ, മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മിനിമം ആണ്. ഓക്കെ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി എത്രയാണ്? ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്ര തന്നെയാണ് വരിക? ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് തന്നെയാണ് വരിക. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഫോഴ്സ് മാത്രമാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഡെസിപ്പേറ്റീവ് ഫോഴ്സും ഇല്ല. അതുകൊണ്ട് ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി. ഇ മൈനസ് യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് 0, that is half k x m square. So this is the maximum value. മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി എത്രയാണ്? മാക്സിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മിനിമം ആണ്. മനസ്സിലായല്ലോ? ഇനി അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ ഇക്വിലിബ്രിയം പൊസിഷൻ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സ്പീഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജിയുടെ സ്ഥാനത്ത് ഹാഫ് എം വി സ്ക്വയർ എന്ന് കൊടുത്താൽ മതി അല്ലേ? ഹാഫ് എം വി മാക്സ് സ്ക്വയർ. സ്പീഡ് എന്താണ്? മാക്സിമം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് കൊടുക്കാം. അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി മാക്സ് ഈക്വൽ ടു എക്സ് എം ഇൻറ്റു റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ മാക്സിമം സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഇനി എക്സ്ട്രീം പൊസിഷനും ഇക്വിലിബ്രിയം പൊസിഷനും ഇടയിൽ ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ ആ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് അറ്റ് എനി പോയിന്റ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. ഫോർ എക്സാമ്പിൾ, ആ പോയിന്റിലേക്കുള്ള ദൂരം എക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഫ്രം ദ മീൻ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ഇ ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് ഇ മൈനസ് യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് കെ ഇൻറ്റു എക്സ് എം സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ആ പോയിന്റിലുള്ള
കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പോയിന്റിലുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൈനറ്റിക് എനർജിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, ഹാഫ് mv² എന്ന് കൊടുക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് k ഇൻറ്റു xm² മൈനസ് x² എന്ന് എഴുതാം. അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്പീഡ് കിട്ടും. v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k ഇൻറ്റു xm² മൈനസ് x² ഡിവൈഡ് ബൈ m. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൃത്യമായി പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫോഴ്സ് എക്സ്റ്റൻഷൻ ഗ്രാഫ് എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. സ്പ്രിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Fs = -kx ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം Fs എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും അല്ലേ. -k ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് kx എന്ന് വരും. അതുപോലെ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ Fs = -k ഇൻറ്റു പ്ലസ് x, ദാറ്റ് ഈസ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ Fs എത്രയാണ്, 0 ആണ്. ശരിയല്ലേ? കൂടാതെ ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, എക്സ്റ്റൻഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഫോഴ്സ് നെഗറ്റീവ് ആക്സിലും, ഇനി എക്സ്റ്റൻഷൻ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഫോഴ്സിൻ്റെ ഗ്രാഫ് പോസിറ്റീവ് ആക്സിലും വരും. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ലൈക്ക് ദിസ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കൂ. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വർക്ക് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, അതുപോലെ ഫോഴ്സ് എക്സ്റ്റൻഷൻ ഗ്രാഫ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്കാണ് കിട്ടുക. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് WS ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, XM ആണ് വരിക. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് വരിക, -kx ആണ് വരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -kx ഇൻറ്റു x എന്ന് വരും. ദാറ്റ് ഈസ് -half kx². സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ് എന്തായിരിക്കും, -half kx² ആയിരിക്കും. അതുപോലെ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, +half kx² ആണ് വരിക. ശരിയല്ലേ? സോ ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി വിത്ത് പൊസിഷൻ ഇൻ ദ കേസ് ഓഫ് സ്പ്രിംഗ്. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ കേസിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള വേരിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അറ്റ് മീൻ പൊസിഷൻ കൈനറ്റിക് എനർജി എത്രയാണ്, ഹാഫ് kxm² ആണ്, അത് മാക്സിമം എന്ന് പഠിച്ചു. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, മിനിമം എന്ന് പറഞ്ഞു. അതുപോലെ എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ കൈനറ്റിക് എനർജി 0 മിനിമം ആണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആണ്, ദാറ്റ് ഈസ് ഹാഫ് kxm² ആണ്. അതുപോലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് പൊസിഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. എല്ലാ പൊസിഷനിലും എന്താണ്, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊരു ഗ്രാഫ് വരച്ചാൽ കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും. ഇതാണ് ടോട്ടൽ എനർജിൻ്റെ ഗ്രാഫ്. അത് എല്ലാ പോയിന്റിലും ഹാഫ് kxm² ആണ്. ഓക്കെ, ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. കാരണം എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0, മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം. ഓക്കെ, അടുത്ത എക്സ്ട്രീം പൊസിഷനിലും കൈനറ്റിക് എനർജി മിനിമം 0 ആണ്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആണ് ഹാഫ് kxm², അടുത്ത എക്സ്ട്രീം പൊസിഷനിലും ഹാഫ് kxm², മീൻ പൊസിഷനിൽ അത് 3 ആണ്, 0 ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ ഗ്രാഫ് പരാബോളയാവാൻ കാരണം ഇത് എന്തിന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്, x² പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് പോയിന്റിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത്? ഓക്കെ, ദ പൊസിഷൻ അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് ഈക്വൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമ്മളോട് പറഞ്ഞത് ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E - U ആണ്. പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു U. ഓക്കെ, ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 2U ഈസ് ഈക്വൽ ടു E എന്ന് കിട്ടും. യുവിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, ഹാഫ് kx² എന്ന് കൊടുക്കാം. കാരണം ഏതൊരു പോയിന്റിലാണ്, ആ പോയിന്റ് എന്ന് പറയുമ്പോൾ x ആണെന്ന് വിചാരിക്കുക. സോ 2 times half kx² ഈസ് ഈക്വൽ ടു ഹാഫ് kxm² എന്ന് എഴുതാം. ടോട്ടൽ എനർജി എത്രയാണ്, ഹാഫ് kxm² ആണ്. സോ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്, x² ഈസ് ഈക്വൽ ടു xm²/2 എന്ന് കിട്ടും. therefore x ഈസ് ഈക്വൽ ടു xm/√2. ശരിയല്ലേ? അതായത് ഈ പോയിന്റിൽ നോക്കൂ, ഈ പോയിന്റിൽ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫും പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് -xm/√2 എന്ന് വരും. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് +xm/√2 എന്ന് വരും. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.